പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ദൈവജനങ്ങൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നും യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ആ ഗിരിപ്രഭാഷണത്തിൻ്റെ അകത്ത് 6-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഉപസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിൽ വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്ന് ശിഷ്യന്മാരോട് യേശു ഇവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അകത്ത് യേശു ഉപവാസത്തെ എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് വെറുക്കുന്നില്ല, ഉപവാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്കുണ്ടായിരുന്ന നല്ലൊരു സ്വഭാവമാണ് ഉപവാസവും പ്രാർത്ഥന എന്നുള്ളത്. അവർ ഉപവസിക്കുന്നത് ദൈവത്തിന് വിളങ്ങേണ്ടതിനല്ല, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനാണ് അവർ ഉപവസിക്കുന്നത്. പക്ഷേ ആ ഉപവാസം ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല എങ്കിൽ തന്നെ അവർ തുടർന്നു കൊണ്ടുപോകുന്ന നല്ല ശീലം അത് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ആ നല്ല ശീലത്തെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ നിങ്ങൾ പരീക്ഷന്മാർ ചെയ്യുന്നത് പോലെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. യഥാർത്ഥ ദൈവഭക്തിയോടെ വേണം അത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടുന്നതെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദൈവഭക്തിയുടെ രഹസ്യ സ്വഭാവം, ആ സ്വഭാവത്തിൻ്റെ അകത്ത് വെളിപ്പെടേണ്ടത് ഒന്നാണ് ഉപവാസം എന്ന് പറയുന്നത്. ആ ഉപവാസത്തിൽ കൂടിയാണ് ദൈവം നമ്മളിൽ വളരുന്നത്. ദൈവം നമ്മളിൽ വളരുന്നത് ഉപവാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വചനധ്യാനത്തിൽ നിന്നുമാണ് നമ്മളിൽ ക്രിസ്തു വളരുവാനിടയാക്കുന്നത്. പ്രാർത്ഥിക്കാത്ത, ഉപവസിക്കാത്ത, വചനം വായിക്കാത്ത ഒരു വ്യക്തിയിൽ ക്രിസ്തു വളരത്തില്ല. ഇന്ന് പകലിൽ ഞാൻ ആരോടൊക്കെയോ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാതെയും ഉപവസിക്കാതെയും പുസ്തകം വായിക്കാതെയും വിശുദ്ധ വേദപുസ്തകം വായിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരാൻ കഴിയത്തില്ല. വളർച്ചകൾ ധാരാളമായി മുരടിച്ച് അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അത് വളരെ ശ്രദ്ധയോടെ വേണം നാം അത് കൈകാര്യം ചെയ്യുവാൻ. നോക്കി, മറ്റൊരു ഭാഗത്ത് വചനത്തിൽ പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഈ ജഡം ബലഹീനമായതുകൊണ്ട് ആത്മാവിനാൽ ഒരുക്കപ്പെടണമെന്ന് ഇവിടെ ശിഷ്യന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നോക്കി, ഈ കാലഘട്ടങ്ങൾ, ഈ 3 കാലഘട്ടങ്ങളായി ഇതിനെ നമുക്ക് തരംതിരിക്കാം. ഒന്നാം ശിഷ്യന്മാരുടെ കാലഘട്ടം 3 കാലഘട്ടങ്ങളായി തരംതിരിക്കാം. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ യേശുവിൻ്റെ കാലത്ത് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ കീഴിലായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ മേലില്ല, ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തിട്ടില്ല. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ യേശുവിൻ്റെ നേതൃത്വത്തിന് കീഴിലായിരുന്നു. ശിഷ്യന്മാരെ ഒഴിച്ചു ബാക്കി 70 പേരെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിട്ട് 70 പേരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കുക, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അവർ യേശുവിൻ്റെ നാമത്തിൽ പോയി അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. അവർ സന്തോഷത്തോടെ മടങ്ങി വരുവാനിടയായി. കാരണം യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങുവാനിടയായി. അപ്പോൾ ആ കാലഘട്ടങ്ങളുടെ ഇടയിൽ യേശുവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നിയന്ത്രണത്തിലാണ് ഭക്തന്മാർ കടന്നു വരികയും ആ നിയന്ത്രണത്തിലാണ് ദൈവം ഓരോരുത്തരെയും തൻ്റെ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ, ആത്മാവാകുന്ന ദൈവം യേശുവിൽ വാസം ചെയ്യുമ്പോൾ ആത്മനിയന്ത്രണത്തിലാണ് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത്. ഇത് കേവലം മാനുഷികമായ ഒരു ഭൗതിക തലത്തിൽ നിന്നുള്ള ഉപദേശമല്ല യേശു ശിഷ്യന്മാരോട് പറയുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തതയോടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലേക്ക് വരുവാനിടയായി മാറി. സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലേക്ക് ശിഷ്യന്മാർ വന്നപ്പോൾ പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യലിലേക്ക് അവർ മാറുവാനിടയായി മാറി. കാരണം എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നിയോഗിതമായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിതാവ് ആത്മാവിനാൽ യേശു ക്രിസ്തു പിതാവിൻ്റെ ദൗത്യം ചെയ്തതുപോലെ ആത്മാവിൽ
നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യുന്നവരായി മാറണം. അതായണം സഭയുടെ ദൗത്യം, അതാകണം ശിഷ്യന്മാരുടെ ദൗത്യമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും രഹസ്യ തലങ്ങളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യത്തിലേക്ക് നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് ശിഷ്യന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും അതിയായി ആഗ്രഹിക്കുന്ന ഒരു ഘടകം അതാണ്. നോക്കിയേ, മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അകത്ത് അവിടെ എന്താണ് ദൗത്യം, സഭയുടെ ദൗത്യം, ശിഷ്യന്മാരുടെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ കാണുകയാണ്. എന്നാൽ 11 ശിഷ്യന്മാരെ ഗലീലയിൽ അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഇതാണ് സഭയുടെ ദൗത്യമെന്ന് പറയുന്നത്. ഈ ദൗത്യമാണ് ദൈവം നമ്മെ ആത്മാവിനാൽ നിയമിച്ചത്. ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ പുത്രനിൽ ഏൽപ്പിച്ച ദൗത്യമെന്ന് പറയുന്നത് സകല മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ യാഗമായി തീരുക എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, ഈ വചനം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലേറെ ആഴത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഉപവാസത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നല്ലൊരു ശിഷ്യൻ അകത്ത് നിന്ന് വെളിയിൽ വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവ ശിഷ്യന്മാരുടെ ഈ ഉപദേശങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.